മതമല്ല പ്രശ്നം എന്ന് 80കളിലെ ഡിവൈഎഫ്ഐ ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഇപ്പോഴും വർഗീയവാദികളെ എങ്ങനെ അലോസരപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. എന്നാണ് ആ മുദ്രാവാക്യം ഉയർത്തിയെന്ന് കൂടി ഓർക്കണം. 80കളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള ചുമരെഴുത്തുമായിട്ട് സിമി വന്നു. അന്ന് RSSന്റെ ഒരു മറുപടി വന്നു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഈ രണ്ട് ചുമരെഴുത്തുകാർ കേരളത്തിൽ നിറഞ്ഞപ്പോൾ അന്നാണ് ഡിവൈഎഫ്ഐ ഈ പ്രശ്നം ഉയർത്തിയത്. ബാക്കി കൂടിയുണ്ട്. ലീഗ് നേതാവിന് ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അതേ താല്പര്യമുള്ളൂ. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നാണ് മുദ്രാവാക്യം. ആ സന്ദർഭത്തിലാണ് ഉയർത്തിയത്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും നാടിന് തീ കൊടുക്കാൻ വേണ്ടി ചൂട്ടുമായിട്ട് വന്ന സമയത്ത് രണ്ടിനുമിടയിൽ മതനിരപേക്ഷതയുടെ നെടുങ്കോട്ട തീർത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഞങ്ങളോട് ശത്രുത ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ശത്രുതയെ നേരിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളതും. അത് ഇനിയും നേരിടേണ്ടി വരും. രണ്ട് ഭാഗത്തു നിന്നും കല്ലേറുകൾ വേണ്ടി വരും, രണ്ട് ഭാഗത്തു നിന്നും കത്തിമുനകൾ വരും എന്ന് ഞങ്ങൾക്കറിയാം. അത് നേരിട്ടിട്ടുള്ളവരാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് KV സുധീഷ്, SFIയുടെ നേതാവായിട്ട്. 36 കഷ്ണമായിട്ടാണ് ശരീരം വെട്ടിനുറുക്കിയത്. RSS ചെയ്തത്. ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഗുരുവായൂരിലെ വത്സലൻ. ഈ ലീഗും SDP ആണ് മുനിസിപ്പൽ ചെയർമാനായിരിക്കെ കൊന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് അത്തരം നിരവധി അനുഭവങ്ങളുണ്ട്. ഞങ്ങള് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ജീവനും ചോരയും കൊണ്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും നിങ്ങൾക്ക് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രവും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും കാണാൻ പറ്റില്ല. അപ്പുറത്തുനിന്ന് ഇഷ്ടം പോലെ കിട്ടും. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമൊക്കെ ഗീബൽസിയൻ പ്രചരണ തന്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കാം എന്നാരും കരുതരുത്.